റഷ്യ ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്ന പശ്ചാത്തലത്തിൽ ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ട കേന്ദ്രം. റഷ്യൻ കരസേനയിൽ ജോലി ചെയ്തിരുന്ന 26 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ കേന്ദ്രം പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഇതുവരെ 7 പേരെ കാണാതാകുകയും 119 പേരെ അവിടെ തിരികെ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം വളരെയധികം രൂക്ഷമായതോടുകൂടി തന്നെ പല തവണ ഇന്ത്യക്കാർക്ക് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയതുമാണ് റഷ്യൻ സൈന്യത്തിൽ നിന്നും വിട്ടു നിൽക്കണം എന്നത്. മാത്രമല്ല ചില വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതുമാണ്. തങ്ങളെ രക്ഷിക്കണമെന്ന് ചില വീഡിയോയിൽ പങ്കുവെച്ചുകൊണ്ട് അവിടെ റഷ്യൻ സൈന്യത്തിൽ അകപ്പെട്ട യുവാക്കൾ യാചിക്കുന്ന വീഡിയോകളാണ് പുറത്തു വന്നത്. അതേസമയം ആകെ 202 ഇന്ത്യക്കാരാണ് അനധികൃതമായി തന്നെ ഇന്ത്യൻ കരസേനയിൽ ഉണ്ടായിരുന്നത്. ഈ കണക്കിൽ നിന്നാണ് 26 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടുവെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കേന്ദ്രം പുറത്തുവിട്ടിരിക്കുന്നതും. ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ വളരെ ശക്തമായ ബന്ധമാണ് പങ്കിടുന്നത്. ഈ പശ്ചാത്തലത്തിൽ തന്നെ ഈ സൈനികരെ തിരികെ എത്തിക്കാനുള്ള നടപടി വേഗത്തിലാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന വിശ്വാസവും പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഇരു നേതാക്കളും തമ്മിൽ വ്യാപാരം മാത്രമല്ല, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ വ്യാപാരം മാത്രമായിരുന്നില്ല ചർച്ച ചെയ്യപ്പെട്ടതെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ പുടിൻ ഇന്ത്യയിൽ ലഭിച്ച, അതായത് അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ലഭിച്ച സ്വീകാര്യത മറ്റൊരു നേതാവിനും ഇന്നേ വരെ ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ആയതിനാൽ തന്നെ ഇന്ത്യയുടെ ആവശ്യം പുടിൻ ഒരിക്കലും നിരസിക്കില്ല എന്ന പ്രതീക്ഷ കൂടെയാണ് ഇപ്പോൾ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. അവശേഷിക്കുന്ന ബാക്കി 50 പേരെ കൂടെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് അവശേഷിക്കുന്ന സൈനികരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായിട്ടാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. 50 പേരെ തിരികെ എത്തിക്കാൻ നടപടികൾ തുടർന്നു വരികയാണ്. മലയാളികളടക്കം റഷ്യൻ സേനയിൽ കുരുങ്ങിയെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ മാസം ആദ്യം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമായിരുന്നു അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയതും. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി പങ്കെടുക്കുന്നതിനായിരുന്നു അദ്ദേഹം എത്തിയത്. ഇന്ത്യയുമായി നിർണായക കരാറുകളിൽ ഒപ്പിട്ട ശേഷമായി അദ്ദേഹം മടങ്ങിയതും. അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം വൻ വിജയമാണെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതിനോടായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. എന്നും ഓർമ്മിക്കപ്പെടാവുന്ന ഒരു സന്ദർശനം തന്നെയാകും ഇതെന്ന് വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ വിജയമായ സന്ദർശനം എന്നതാണ് വിദേശകാര്യ വക്താവായ രൺധീർ ജയ്സ്വാൾ ഇതിനോട് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വ്യാപാരം ഇരട്ടിയാക്കുവാനും 2030 അതുവരേക്കുള്ള സാമ്പത്തിക സഹകരണ പദ്ധതി തയ്യാറാക്കുന്നതിനും അത് നേട്ടമിടുമെന്നാണ് സർക്കാർ കരുതുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറഞ്ഞെങ്കിൽ പോലും ഇത് നിർത്തിവെക്കില്ല എന്ന് തന്നെയുള്ള സൂചനയാണ് ഇന്ത്യ റഷ്യ സംയുക്ത പ്രസ്താവന നൽകിയിരിക്കുന്നത്. എണ്ണ ഇറക്കുമതി കുറയുമ്പോഴും കൂടുതൽ രാസവളം അടക്കം വാങ്ങാനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഖനനം അടക്കമുള്ള മേഖലകളിൽ റഷ്യയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധർക്കും തൊഴിലാളികൾക്കും പോകാൻ സഹായകരമാകുന്ന കരാറുകൾ കഴിഞ്ഞ ദിവസം തന്നെ ഒപ്പുവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങൾ അടക്കം ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു സന്ദർശനത്തിനെ, അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശനത്തെ കണക്കാക്കുന്നത് എന്നതാണ് മറ്റൊരു സൂചന. അതിനെല്ലാം ഇടയിലാണ് ഇത്തരത്തിൽ റഷ്യയിൽ നിന്നും അവിടെ റഷ്യൻ സൈന്യത്തിൽ അകപ്പെട്ടു പോയ ഇന്ത്യക്കാർക്ക് വേണ്ടി ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും വലിയൊരു ഇടപെടൽ നടത്താനായി ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.